വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. നേരെ ഡൗൺലോഡ് നിൽക്കുക. അതിൽ വിൻഡോസിനുള്ളത് വിൻഡോസ്, മാക്കിനുള്ളത് മാക്ക്, പിന്നെ ഉബണ്ടുവിനുള്ളത് ഉബണ്ടു. അങ്ങനെ സെപ്പറേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ലാപ്ടോപ്പ് ഉള്ളത് വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഡൗൺലോഡ് ആണ് കാണാൻ. ഡൗൺലോഡ് ആയത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഐ അഗ്രി എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം പാത്ത് മാറ്റണമെങ്കിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ എണ്ണം വേണമെങ്കിൽ ഒരു ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഫിനിഷ് കൊടുക്കുക. അതിനുശേഷം എക്സ്റ്റൻഷൻ എടുക്കുക. അതിൽ WSL ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതിനുശേഷം അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. പെൻഗിൻ്റെ ചിഹ്നം ഉള്ളത് അത് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. വേഗത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. WSL ക്ലോസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം C പ്രോഗ്രാം അടിക്കുക. നമ്മുടെ ഫയൽ കിടക്കുന്ന പാത്ത് പിന്നെ അവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യുക ഏതൊക്കെ ഫയലുള്ളതെന്ന്. അതിനുശേഷം കോഡ് സ്പേസ് ഡോട്ട് അടിക്കുക. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അത് അവിടെ ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് അത് ഓക്കെ കൊടുക്കുക, എഗ്രി കൊടുക്കുക. കണ്ട അവിടെ നമുക്ക് 3 ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമുക്ക് demo.c പറഞ്ഞിട്ടൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു C പ്രോഗ്രാം ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ്, പിന്നെ അവിടെ ജസ്റ്റ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യിക്കുക. ഞാനിവിടെ ജസ്റ്റ് ഹായ് പ്രിന്റ് ചെയ്യിച്ചു. അതിനുശേഷം റിട്ടേൺ 0. അതിനുശേഷം ഒന്നെങ്കിൽ ഇവിടെ ടെർമിനലിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും അതിൻ്റെ ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ട് നമ്മൾ കോഡ് റൺ ചെയ്യുന്നത് ഇവിടെ തന്നെ, ഔട്ട്പുട്ട് ഇവിടെ തന്നെ. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും WSലേക്ക് റിട്ടേൺ പോവുക. അവിടെ GCC കോഡ് demo.c ഫയൽ നെയിം അടിക്കുക, കമ്പൈൽ ചെയ്യുക, അവിടെ റൺ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഹായ് അവിടെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് WSL 0 ഇതിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ ടെർമിനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെർമിനലിൻ്റെ അവിടെ ഇപ്പോൾ കമ്പൈൽ ചെയ്ത പോലെ GCC അടിക്കുക, demo.c അടിക്കുക, ഫയൽ നെയിം അടിക്കുക. അപ്പോൾ കമ്പൈലായി. കമ്പൈൽ ചെയ്ത് റൺ ചെയ്യണമെങ്കിൽ .a അടിക്കുക. അപ്പോൾ ഇവിടെയും റൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് WSLയും വിഷ്വൽ സ്റ്റുഡിയോ കോഡും ലിങ്ക് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു ഫയൽ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വീണ്ടും പ്ലസിൻ്റെ അവിടേക്ക് പോവുക. എന്നിട്ട് നമുക്ക് ഫയലിൻ്റെ നെയിം sum.c കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ഫയലിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h അടിക്കുക. അതിനുശേഷം ഇൻറ്റ് മെയിൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇൻറ്റ് num1 = 45, ഇൻറ്റ് num2 = 54, ഇൻറ്റ് sum = num1 plus num2. അതിനുശേഷം സം പ്രിന്റ് ചെയ്യാം. പ്രിന്റ്f യൂസ് ചെയ്തു. സം = %d മോഡിഫയർ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്തു. അതിനുശേഷം വേരിയബിൾ നെയിം സം കൊടുത്തു. റിട്ടേൺ 0. അതിനുശേഷം ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് Ctrl+S ഷോർട്ട് അടിക്കുക. അതിനുശേഷം നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്നെങ്കിൽ റൺ ചെയ്യുക ടെർമിനലിൻ്റെ അവിടെ. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് WSLലേക്ക് പോവുക. അതിനുശേഷം GCC ഫയലിൻ്റെ നെയിം sum.c അടിക്കുക. അതിനുശേഷം റൺ അടിക്കുക. ആ GCC sum.c അടിച്ചത് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. /അടിച്ചാൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ sum 99 കിട്ടി. അതില്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഈ 00 അവിടേക്ക് ഓപ്ഷൻ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെർമിനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ടെർമിനൽ ഓപ്ഷനിൽ GCC
കമ്പയർ ചെയ്യാൻ GCC സം ഡോട്ട് സി അടിക്കുക, അതിനുശേഷം ഡോട്ട് എ ഡോട്ട് അടിക്കുക. നമ്മളിവിടെ ചെയ്തതിനു ശേഷം നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൽ ഷോർട്ട് കട്ട് ആയിട്ടുള്ള Ctrl+S അടിക്കുക.